ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫ്രോസൺ ക്യാൻഡിൽസ്. ഇന്ന് ഏപ്രിൽ 7th ട്യൂസ്ഡേ ആണ്. ഇന്ന് നിഫ്റ്റി എക്സ്പയറി ആയിരുന്നു. നമ്മളിന്ന് ആക്ച്വലി മൊത്തം 3 ട്രേഡ്സാണ് എടുത്തിരുന്നത്. നമ്മൾ ഫസ്റ്റ് ട്രേഡ് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിരുന്നു. സെക്കൻഡ് ട്രേഡ് നമ്മൾ ട്രയൽഡ് ഔട്ട് ആവുകയാണ് ചെയ്തത്. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടില്ല, ട്രയൽഡ് ഔട്ട് ആവുകയാണ് ചെയ്തത്. തേർഡ് ട്രേഡ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം ചെയ്ത്. മൊത്തം 3 ട്രേഡായിരുന്നു നമുക്ക് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രേഡ്സിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ട്രേഡ് നിഫ്റ്റിയിൽ നമ്മളൊരു ബുള്ളിഷ് ട്രേഡ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ട്രേഡ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് രാവിലെ ഗ്യാപ് ഡൗൺ ആയിട്ട് ഫോം ചെയ്തതിന് ശേഷം ഒരു ബുള്ളിഷ് മൊമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഒരു തലേദിവസത്തെ ഒരു ക്ലോസിങ്, ഒരു ചെറിയ ഡിമാൻഡ് സോൺ ലെവൽസ് മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് താഴോട്ടൊരു പുഷ് ചെയ്തു. ബട്ട് അത് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. മാർക്കറ്റ് അതിനുശേഷം മേലോട്ട് നമ്മൾ ഈ ഒരു സപ്ലൈ, ആ ഒരു പുഷ് താഴോട്ട് വന്നിട്ടുള്ള സപ്ലൈ എന്ത് ചെയ്തു, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അവിടെ നമ്മളെ ഒരു 3 മിനിറ്റ് കണ്ടിന്യൂഷൻ പാറ്റേൺ നമുക്ക് കിട്ടി. നമ്മൾ ആ ഒരു ലെവലിലാണ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ 22,850 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. പോളിൽ 130 ആയിരുന്നു നമ്മുടെ എൻട്രി ലെവൽസ്. 20 പോയിൻറ്റ്സ് ആയിരുന്നു നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് ഒരു 10:30 സമയമൊക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ട്രേഡ്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ട്രേഡിൽ വരുമ്പോൾ നമ്മൾ സെക്കൻഡ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ഒരു 1:15 ടൈമിലാണ് നമ്മൾ സെക്കൻഡ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ട്രേഡിലുള്ള റീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് എടുക്കുന്ന നമുക്ക് മനസ്സിലായി. അതുമാത്രമല്ല, നമുക്ക് ഇവിടെ മാർക്കറ്റ് ഏകദേശം ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തിരുന്നു. റേഞ്ച് നമ്മൾ ആ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് ലെവലിൽ ബ്രേക്ക് ചെയ്യാതെ തന്നെ ഈ റേഞ്ച് മേലോട്ട് ബ്രേക്ക് ചെയ്തപ്പം ഇതായത് 1:15 ഈ ക്യാൻഡിലോ ഈ ഒരു ടൈമിങ്ങിലായിരുന്നു നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം മാർക്കറ്റ് അത്യാവശ്യം നല്ല മൂവ് തന്നു. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 100 പോയിൻറ്റ്സ് നമുക്ക് മൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 100 പോയിൻറ്റ്സ് ആയപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ 20 പോയിൻറ്റ്സ് ആയിരുന്നു സ്റ്റോപ്പ് ലോസ്. ഓക്കെ, 20 പോയിൻറ്റ്സ് നമ്മൾ ട്രയൽ ചെയ്തിട്ട് നമ്മൾ 120, അതായത് നമുക്കൊരു 40 പോയിൻറ്റ്സ് ഗെയിൻ എന്നുള്ള രീതിയിൽ 120 വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അതിനുശേഷം അവിടെ നിന്ന് അത്യാവശ്യം ഒരു പുൾ ബാക്ക് തന്നു. നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം, ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ആ പുൾ ബാക്ക് തന്നു. അതിന് ശേഷം ആണ് മാർക്കറ്റ് മേലോട്ട് പോയത്. അപ്പോൾ ആ ഒരു പുൾ ബാക്കിൽ നമ്മുടെ ട്രയൽഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മറ്റൊരു ട്രേഡ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തേർഡ് ട്രേഡിലോട്ട് വരുമ്പം ഇത് ആക്ച്വലി 1 മിനിറ്റ് കൈൻഡ് ഓഫ് ട്രേഡ് ആയിരുന്നു. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പ്രീവിയസ് ട്രേഡിൽ മാർക്കറ്റ് അത്യാവശ്യം നല്ല ബ്രേക്ക് തന്നതിന് ശേഷം വീണ്ടും എന്ത് ചെയ്തു, മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ഫോളിൻ്റെ മൊമെൻറ്റം കണ്ടിട്ടാണ് നമ്മൾ ആ പ്രീ സൈഡ് ട്രേഡിൽ കയറിയിട്ടുണ്ടായിരുന്നത്, ഈ ഒരു മൊമെൻറ്റം കണ്ടിട്ട്. ബട്ട് ആക്ച്വലി വീണ്ടും ഇവിടെ കോൾ റൈറ്റേഴ്സിനെയും സെല്ലേഴ്സിനെയും കയറ്റാനായിട്ടുള്ളൊരു ട്രാപ്പായിരുന്നു. ആ ട്രാപ്പിൽ നമ്മൾ പെട്ടു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 23,000 വീണ്ടും ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലെവലിൽ. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം ബയേഴ്സ് പുഷ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു എക്സാക്ട് മൊമെൻറ്റം നമുക്ക് കിട്ടില്ല. ആ ഒരു ടൈമിലാണ് നമ്മൾ ഇവിടെ നിന്ന് ഒരു ബെയർ ഷേഡ് പോകാമെന്ന് വിചാരിച്ചത്. നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം നമുക്ക് ചെറിയൊരു 1:1 ലെവൽ, നമുക്ക് ചെറിയൊരു 1:1 അടുത്ത് വരെ നമുക്ക് ടാർഗറ്റ് പ്രോഫിറ്റ് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മളൊരു സ്കാൽപ്പ് കൈൻഡ് ഓഫ് ട്രേഡാണ് ഇതിനെ കണ്ടിരുന്നത്. 10 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1:3 ഒക്കെ ആയിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ അനുസരിച്ച് പോയിട്ടില്ല. മാർക്കറ്റ് നമ്മളെ പ്രീവിയസ് ഐഡിയ, അതായത് ആ ഒരു അപ്പ് മൂവ് തന്നെയാണ് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഗൈസ്, ആസ് യു ക്യാൻ സീ, ഇതാണ് നമ്മുടെ P&L. നമ്മൾ ടോട്ടൽ 3 ട്രേഡ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 2 ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. നമ്മളെ നേരത്തെ ഈ സെക്കൻഡ് ട്രേഡ് നമുക്ക് ട്രയൽ ഔട്ട് ആയ ട്രേഡ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 14,000 അടുത്ത് പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓവറോൾ ഇന്നൊരു ബ്രേക്ക് ഈവൻ ഒരു 2,000 റുപ്പീസ് ഒരു ബ്രേക്ക് ഈവൻ ലെവലാണ് നമ്മൾ എന്നിട്ട് എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളെ വെനസ്ഡേ, നമുക്ക് നാളെ നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നമുക്ക് നാളെ നോക്കാം. സോ വിൽ സീ യു ടുമോറോ ഗൈസ്.